Hello everyone, welcome back to my YouTube channel Study with me. Today we are going to discuss about difference between company and LLP, which means company and limited liability partnership. Okay, so നമുക്ക് വീഡിയോയിലേക്ക് പോവാം. So first difference അറിയുന്നതിന് മുന്നേ we must understood what is company and what is LLP. ഓക്കെ, എന്താണ് കമ്പനി എന്ന് പറയുന്നത്? നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കമ്പനി മീൻസ് ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ഫോംഡ് ഫോർ സം കോമൺ ഒബ്ജക്റ്റീവ്. ഐദർ ദേ മേ ബി എക്കണോമിക് ഒബ്ജക്റ്റീവ് ഓർ എ നോൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവിനോ അല്ലെങ്കിൽ ഒരു നോൺ എക്കണോമിക് ഒബ്ജക്റ്റിനോ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ കൂടിച്ചേർന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ദർ മെയിൻ എയിം ഈസ് ടു ഏൺ പ്രോഫിറ്റ്. അതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ LLP നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഹിയർ LLP വിച്ച് മീൻസ് ദാറ്റ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. സോ വാട്ട് ഇസ് എൻ LLP? അത് നമ്മൾ മസ്റ്റായിട്ടും അനലൈസ് ചെയ്യണം. ഓക്കെ, സോ LLP വിച്ച് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കമ്പനി ആൻഡ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും ഒരു കമ്പനിയുടെയും എല്ലാ നല്ല ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി ഫോം ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് അസോസിയേഷനാണ് LLP എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു സീ ദ ഡിഫറൻസസ്. സോ നമുക്ക് ഓരോ പോയിൻ്റായിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. സോ ദ ഫസ്റ്റ് ഡിഫറൻസസ് റെഗുലേറ്റിംഗ് ആക്ട്. സോ ഏത് ആക്റ്റിലൂടെയാണ് കമ്പനി ആയാലും LLP ആയാലും കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് പോകുന്നത്? So the regulating act of LLP. So LLP which is regulated by LLP Act 2008, whereas a company which is governed by Companies Act 2013. ഓക്കെ, കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ് റെഗുലേറ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ ഒരു ഗൈഡ് ലൈൻസുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് LLP നമ്മൾ ഫോളോ ചെയ്യുന്നത് LLP Act 2008 ആയിരിക്കും. ഇനി അതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു പോയിൻറ്റും കൂടെ ആ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കൂ. ദ നെയിം ഓഫ് ദ കമ്പനി മസ്റ്റ് എൻഡ് വിത്ത് വേർഡ്സ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അവസാനിക്കും. പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് ലിമിറ്റഡ് എന്ന് അവസാനിക്കും. അപ്പോൾ LLPയുടെ എങ്ങനെയായിരിക്കും? സോ അതും അവിടെ പറയുന്നുണ്ട്, വെറാസ് ഓഫ് LLP വിത്ത് വേർഡ്സ് LLP ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അതായത് ഒരു LLPയുടെ പേര്, LLP എന്ന് പറയുന്നൊരു അസോസിയേഷൻ്റെ പേര് അവസാനിക്കുന്നത് ഐദർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC LLP എന്നായിരിക്കാം, അല്ലെങ്കിൽ ABC ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നായിരിക്കാം. അതായത് ഷോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്ത ആ ഫോമിലും നമുക്ക് അബ്രിവിയേറ്റഡ് ഫോമിലും അല്ലാതെ ഫുൾ ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, LLP എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, റെഗുലേറ്റിംഗ് ആക്ട്. And coming to the second point, that is minimum and maximum number of members. സോ LLPയിൽ എത്രയാണ് മിനിമം മെമ്പേഴ്സ് വേണ്ടത്? സോ LLPയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊരു പാർട്ട്ണർഷിപ്പിൻ്റെയും കമ്പനിയുടെയും ഫീച്ചേഴ്സ് കൂടിയതാണ് ഒരു LLP എന്ന് പറയുന്നത് അല്ലേ. സോ LLPയിൽ നമ്മൾ മെമ്പേഴ്സ് എന്നല്ല വിളിക്കുന്നത്, മറിച്ച് പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്. സോ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് റിക്വയർഡ് ടു ഫോം ആൻ LLP ഈസ് 2. ഓക്കെ, 2 പാർട്ട്നേഴ്സാണ് ഒരു LLP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. ബട്ട് വെറാസ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി മിനിമം 7 persons ആർ റിക്വയർഡ്, ആൻഡ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി മിനിമം 2 persons ആർ റിക്വയർഡ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ അതിൽ മാക്സിമം പറഞ്ഞില്ല അല്ലേ. സോ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ബോത്ത് LLP ആൻഡ് കമ്പനി? നമുക്കതും കൂടെ നോക്കാം. ഇൻ കേസ് ഓഫ് LLP ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, LLPയുടെ കേസിൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ഇല്ല, അൺലിമിറ്റഡ് ആണ്, എത്ര പേര് വേണമെങ്കിലും ആവാം. ബട്ട് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി മാക്സിമം നമ്പർ ഓഫ് മെമ്പർ ഇസ് ലിമിറ്റഡ് ടു 200. മാക്സിമം 200 പേരെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പേഴ്സായിട്ട് പാടുള്ളൂ. അപ്പോൾ പബ്ലിക് കമ്പനിയിലോ അതവിടെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പബ്ലിക് കമ്പനിയും LLP പോലെ തന്നെയാണ്, വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ ലിമിറ്റഡ്. ഓക്കെ, സോ പബ്ലിക് കമ്പനിയുടെയും LLPയുടെയും മാക്സിമം നമ്പർ അൺലിമിറ്റഡ് ആണ്, മാക്സിമം ഇല്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ കേസ് വരുമ്പോൾ അവിടെ മാക്സിമം നമ്പർ ഉണ്ട്. എത്രയാണത്? 200 ആണ് കേട്ടോ. സോ വി കമ്മിങ് ടു അവർ തേർഡ് ഡിഫറൻസ്, ദാറ്റ് ഈസ് ഗവേണൻസ് സ്ട്രക്ചർ. സോ ഒരു കമ്പനിയിലായാലും LLPയിലായാലും അതിൻ്റെ സ്ട്രക്ചർ ഏതിനെ ഫോളോ ചെയ്താണ് വരുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എ കമ്പനി ഇസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്.
അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ സബ്സിഡറി ഡോക്യുമെൻ്റായ ആർട്ടിക്കിൾസും ഒരു കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഒരു കമ്പനിയുടെ എങ്ങനെ വർക്ക് ചെയ്യണം, അതിൻ്റെ ക്ലോസുകളൊക്കെ എങ്ങനെയായിരിക്കണം, ലൈക്ക് ഇപ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം, ഒരു എംപ്ലോയീനെ ഒരു മെമ്പറിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മെമ്പർ പിരിഞ്ഞു പോകുമ്പോൾ ഓക്കെ, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ടാവാം. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒക്കെ എന്തൊക്കെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് സ്ട്രക്ചറിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ പ്രകാരമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും പ്രകാരമാണ് ആ ഒരു കമ്പനിയുടെ ഗവേണൻസ് സ്ട്രക്ചർ മുന്നോട്ട് പോകേണ്ടത്. ബട്ട് ഇൻ കേസ് ഓഫ് എൻ LLP ഇറ്റ് വുഡ് ബി എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ജസ്റ്റ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്. ബട്ട് LLPയുടെ കേസിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റ് പോലെയാണ് എന്തെന്ന് പറയുന്നത് LLP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുള്ള, അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരമായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് മീൻസ് അവർക്ക് എന്തെങ്കിലും കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവിടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് വി കമ്മിങ് ടു അവർ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത്? സോ ഇൻ കേസ് ഓഫ് എൻ LLP, മാനേജ്മെൻറ്റ് rests with those partners who are authorized by LLP agreement. As we already discussed that in our LLP, all the decisions are taken through the agreement between the partners. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു LLPയിൽ എന്ത് മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡിസിഷനും അവരുടെ LLP എഗ്രിമെൻറ്റ് പ്രകാരമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതായത് ആ LLP എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ടാവും മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഇന്ന ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം, മിസ്റ്റർ ബി എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഇന്ന ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. സോ മാനേജ്മെൻറ്റ് റെസ്റ്റ് വിത്ത് ദോസ് പാർട്ട്നേഴ്സ് ഹു ആർ ഓതറൈസ്ഡ് ബൈ ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻറ്റിൽ ആരാണോ ആ ഒരു റോള് ഇനീഷ്യേറ്റീവ് ചെയ്ത് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തന്നെ അല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് എ കമ്പനി, ദ റൈറ്റ് ടു കൺട്രോൾ ആൻഡ് മാനേജ് ദ ബിസിനസ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. പക്ഷേ കമ്പനിയുടെ കേസിൽ ആരാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഹു വിൽ ബി റെസ്പോൺസിബിൾ ടു അപ്പോയിൻറ്റ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് വി കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് അതിലെന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് എൻ LLP, എ പാർട്ട്നേഴ്സ് എക്കണോമിക് റൈറ്റ് ഷാൽ ബി ട്രാൻസ്ഫറബിൾ. ഓക്കെ, ഒരു പാർട്ട്നേഴ്സിൻ്റെ എക്കണോമിക് റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു ട്രാൻസ്ഫർ ദ ഷെയർസ്, അവർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് LLP ആയതുകൊണ്ട് അവിടെ എന്ത് വേണം? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണറുടെ സമ്മതമില്ലാതെ, മറ്റെല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതമില്ലാതെ ഒരു പാർട്ട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം മറ്റൊരാളുടെ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതമില്ലാതെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു ഫേമിൻ്റെ ഡിസസോസിയേഷനും വൈൻഡിങ് അപ്പിനും ഒക്കെ ഒരു റീസൺ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എടുത്ത് പറയേണ്ടത് എന്താണ്? ഇൻ കേസ് ഓഫ് ആൻ LLP, the shares can be transferred but with the consent of all other partners. ഓക്കെ, ബട്ട് നമ്മുടെ പബ്ലിക് കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് പബ്ലിക് കമ്പനി. എന്തുകൊണ്ടാണ് പബ്ലിക് കമ്പനീനെ ചൂസ് ചെയ്തതെന്ന് ഈ പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. സോ ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി, ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ ഷെയർസിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് പബ്ലിക് കമ്പനി നമ്മൾ എടുത്തത്? കാരണം പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രൈവറ്റിനെ ഇഗ്നോർ ചെയ്തിട്ട് പബ്ലിക് കമ്പനി എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വി കമ്മിങ് ടു അവർ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഓഡിറ്റ്. സോ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പനിയുടെ കേസിൽ ഓഡിറ്റിംഗ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് കമ്പൽസറി. Okay, so the audit of the accounts of the company is a legal necessity, but it is not so in case of an LLP. Okay, ഒരു കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് ഓഡിറ്റിംഗ് മസ്റ്റായിട്ടും നടത്തിയേ പറ്റൂ. പക്ഷേ LLPക്ക് ഓഡിറ്റിംഗ് അത്ര നിർബന്ധമില്ല. അതായത് എല്ലാ LLPസും എന്ത് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല? ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിന് കുറവാവുകയോ അതേപോലെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിൽ താഴെയാണെങ്കിലോ അത്തരം കമ്പനീസ് മീൻസ് അത്തരം LLPs എന്ത് കണ്ടക്ട് ചെയ്യേണ്ട, ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട. അതിൽ കൂടുതലാകുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഓഡിറ്റിംഗ് കമ്പൽസറി ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് മീറ്റിംഗ്. Annual general meeting of the shareholders of a company is compulsory by law, but in LLP, the annual general meeting of partners is not mandatory. അതുപോലെ തന്നെയാണ് മീറ്റിങ്ങിൻ്റെ കേസും പറയുന്നത്. കമ്പനീസിന് AGM അഥവാ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നുള്ളത് കമ്പൽസറി ആണ്. പക്ഷേ LLPസിൻ്റെ കേസിൽ AGM കമ്പൽസറി അല്ല, അഥവാ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് മാൻഡേറ്ററി അല്ല, കമ്പൽസറി അല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ LLP ആൻഡ് കമ്പനി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.